സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. ആദ്യ 2 ഭാഗങ്ങളെപ്പോലെ വൻ ഹിറ്റാകാൻ സാധ്യതയുള്ള ചിത്രമായാണ് പലരും ദൃശ്യം 3യെ കണക്കാക്കുന്നത്. കോവിഡ് ലോക്ക്ഡൗൺ കാരണം തിയേറ്ററിൽ മിസ്സായ രണ്ടാം ഭാഗത്തിന്റെ സകല ക്ഷീണവും ദൃശ്യം 3യിലൂടെ തീർക്കാനാകുമെന്ന് ആരാധകർ കാത്തിരിക്കുന്നു. ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ അണിയറ പുറത്തുവിട്ടിരുന്നു. ടീസർ റിലീസിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററാണ് പുറത്തുവിട്ടിരുന്നത്. ഇന്നലെ റിലീസ് ചെയ്ത ടീസർ വലിയ നല്ല അഭിപ്രായമാണ് കിട്ടുന്നത്. എന്നാൽ പോസ്റ്ററിന് പലരും ശ്രദ്ധിക്കപ്പെട്ടത് മോഹൻലാലിന്റെ പോസാണ്. തന്റെ വാഴത്തോട്ടത്തിൽ കയ്യിലൊരു മൺവെട്ടിയും പാത്രവുമായി ജോർജ് കുട്ടി നിൽക്കുന്നത്. എന്തോ ഒരു കാര്യത്തിലേക്കാണ് സൂക്ഷിച്ചു നോക്കുന്നത് ജോർജ് കുട്ടി. ഈ പോസ്റ്റിന് പലരും ഡീകോഡ് ചെയ്യുന്ന പോസ്റ്റുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. നിലവിൽ മോളിവുഡ് ഇൻഡസ്ട്രി ഹിറ്റായ വാഴ 2വിനെ മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റാകുമെന്ന സൂചനയാണ് ഈ പോസ്റ്ററിലൂടെ നൽകുന്നത് എന്ന് ചില പോസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. വാഴയെ അടിവേറെ വെട്ടിക്കളയാനാണ് ജോർജ് കുട്ടി ശ്രമിക്കുന്നതെന്നും ഇൻഡസ്ട്രി ഹിറ്റ് നേട്ടം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും ചില പോസ്റ്റുകൾ. വാഴ വെച്ചപ്പോൾ തന്നെ വെട്ടിക്കളയാനാണ് ഉദ്ദേശമെന്ന് ചിലർ ചോദിക്കുന്നു. വരുണിന് പകരം വേറെ ആരെങ്കിലും കൊന്ന് കുഴിച്ചിട്ട് നിൽപ്പാണോ എന്ന ചോദ്യമുണ്ട്. ആദ്യത്തെ 2 ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുക്കുകയാണ് സംവിധായകൻ പറയുമ്പോഴും ആരാധകർക്ക് ഏറെ പ്രതീക്ഷയാണുള്ളത്. ഏപ്രിൽ 2-ന് റിലീസ് എന്നറിയിപ്പിച്ച ചിത്രം ദൃശ്യം 3, എന്നാൽ GCC മേഖലയിൽ യുദ്ധം കാരണം റിലീസ് മെയ് 21ലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ദൃശ്യം 3ക്കൊപ്പം ക്ലാഷ് പ്രഖ്യാപിച്ച വാഴ 2 പറഞ്ഞ സമയത്ത് റിലീസാകുകയും ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്തു. അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് മോഹൻലാൽ തൂക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം റിലീസിന് മുമ്പ് തന്നെ റെക്കോർഡ് ബിസിനസ്സാണ് ചിത്രം സ്വന്തമാക്കിയത്. ചിത്രത്തിന് സകല റൈറ്റ്സും വൻ തുകയ്ക്ക് ബോളിവുഡ് നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോ സ്വന്തമാക്കിയിരുന്നു. ഇത്തവണയും ജോർജ് കുട്ടി രക്ഷപ്പെടുമോ എന്നാണ് പലരുടെയും ചോദ്യം.